നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി മിൽക്ക് ഷേക്ക്. നമ്മുടെയൊക്കെ വീടുകളിൽ ഗസ്റ്റുകൾ വരുമ്പോഴും കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഷേക്കാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ആദ്യം നമ്മുടെ കുൽഫി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുൽഫി പൗഡർ തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പിസ്ത തോട് കളഞ്ഞത് ഇട്ട് കൊടുക്കാം. 25 പിസ്തയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 8 വലിയ കാഷ്യൂസ്, 8 ആൽമണ്ട്സ്, 4 ഏലക്ക, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. ഇനി ഇവയെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ പാലിലൊന്ന് കുറുക്കിയെടുക്കണം. അതിനൊരു പാത്രത്തിലേക്ക് 6 ടേബിൾ സ്പൂൺ കുൽഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സെർവിങ് ഗ്ലാസ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ അളവിന് 6 ടേബിൾ സ്പൂൺ കുൽഫി പൗഡർ മതിയാകും. അതിൽ കുറഞ്ഞും പോകണ്ട, കൂടിയും പോകണ്ട. ഈ അളവിലെടുത്താൽ കറക്റ്റ് കുൽഫിയുടെ ടേസ്റ്റ് കിട്ടും മിൽക്ക് ഷേക്കിന്. 3 ടേബിൾ സ്പൂൺ പൗഡർ ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ചയോളം കേടുകൂടാതിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഈ പൗഡർ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് നേരത്തെ തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ സമയത്ത് തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മധുരത്തിനായി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് ഇവയെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കൂട്ടോ തിളച്ച് വരാൻ. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പൊടികളെല്ലാം കട്ട കെട്ടാനും അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. ഇതിനു മുൻപ് ഞാൻ ഈസി ആയിട്ടുള്ള കുറേ നല്ല ഷേക്സിൻ്റെയും സ്മൂത്തീസിൻ്റെയും റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. എന്നിട്ട് ഉണ്ടാക്കി നോക്കുകയും അഭിപ്രായം അറിയിക്കുകയും ചെയ്യുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുമുണ്ട്. ഈ മിക്സ് ഇനിയും കുറുക്കിയെടുക്കണം. തിളച്ച് വന്നതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിന് താഴെ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറി വരുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ പാട കിട്ടും. ഇനി ഈ കുൽഫി മിക്സ് നന്നായിട്ട് ചൂടാറണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് മിക്സിയുടെ ജാറിലേക്ക് തണുപ്പിച്ചെടുത്ത കുൽഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടുത്തത് 1 കപ്പ് ഫ്രോസൺ പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പാല് തിളപ്പിച്ചാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇവ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുൽഫി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്